ഈ ബംഗാളിലേക്ക് ബംഗ്ലാദേശിൽ നിന്നടക്കം മുസ്ലിങ്ങൾ കയറി വരുന്നുണ്ട്. ഇങ്ങനെ നുഴഞ്ഞു കയറ്റുന്ന വരുന്നവർക്കെല്ലാം തന്നെ അവിടെ പൗരത്വം നൽകുന്നു. ഇതൊക്കെ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് വലിയ ആരോപണമാണ്. ഏറ്റവും ഒടുവിൽ കേൾക്കുന്നത് കൊൽക്കത്തയിൽ ബംഗ്ലാദേശിൽ നിന്നുള്ള ഒരു MP ദുരൂഹ സാഹചര്യത്തിൽ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടു എന്നാണ്. എന്തായാലും ഒരു കെട്ടിടത്തിനുള്ളിലാണ് ഇയാളെ മരിച്ച നിലയിൽ കാണപ്പെട്ടത്. ചില കേസുകളൊക്കെ ഉണ്ട്, ദുരൂഹത നിറഞ്ഞു നിൽക്കുന്നു. എന്താണ് ഇതിൻ്റെ വാസ്തവം? ഇന്ന് രാവിലെ ആണ് കൊൽക്കത്തയിൽ ഈ അൻവറുൽ അസ്ലിം എന്നാണ് MP-യുടെ പേര്. അൻവറുൽ അസ്ലീമിനെ ഒരു ഫ്ലാറ്റ് സമുച്ചയത്തിൻ്റെ അകത്ത് മരിച്ച നിലയിൽ കണ്ടത്. കൊല്ലപ്പെട്ടതാണെന്ന് ചില മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 2 പേരെ അറസ്റ്റ് ചെയ്തതായിട്ടുമൊക്കെ പറയുന്നുണ്ട്. അതിൻ്റെ കാരണം ഇത് ഒരു MP ആയതുകൊണ്ട് വേറെ നയതന്ത്രപരമായ കാരണങ്ങൾ കൊണ്ടൊക്കെ ആയിരിക്കും. ഒരു സാധാരണ ആൾ മരിച്ചാൽ വിവരങ്ങൾ മുഴുവൻ പുറത്തു വരുന്നത് പോലെ വന്നിട്ടില്ല. 8 ദിവസമായിട്ട് മെയ് 12-ാം തീയതി കൽക്കട്ടയിൽ വന്നതാണ്. എന്നിട്ട് സുഹൃത്തായ ഗോപാൽ ബിശ്വാസിൻ്റെ വീട്ടിൽ താമസിച്ചിരുന്നു ഒരു ദിവസം. അവിടെ നിന്ന് അദ്ദേഹം ഈ അൻവറുൽ അസ്ലിം MP പോയത് സാധനങ്ങളൊന്നും എടുക്കാതെയാണ്. അടുത്ത ദിവസം തിരിച്ചു വരും എന്ന് പറഞ്ഞിരുന്നു. അത് കഴിഞ്ഞ് ഗോപാൽ ബിശ്വാസിന് ഞാൻ ഡൽഹിയിലാണ്, ചില VIP-കളുടെ കൂടെയാണ്, എന്നെ അന്വേഷിക്കേണ്ട, എന്നെ വിളിക്കുകയും വേണ്ട എന്ന് പറഞ്ഞിട്ട് ഒരു വാട്സാപ്പ് സന്ദേശം വന്നിരുന്നു. പക്ഷേ ഡൽഹിയിലൊന്നും ആയിരുന്നില്ല എന്നുള്ളത് വളരെ വ്യക്തമാണ്. എന്നിട്ട് 8 ദിവസമായിട്ട് കാണാതെ ആയപ്പോൾ ഇദ്ദേഹത്തിൻ്റെ PA അബ്ദുർ റഊഫ് പരാതിപ്പെട്ടിരുന്നു. ആദ്യത്തെ 2 കുടുംബം പാർട്ടി അംഗങ്ങൾ അവരുമായിട്ടൊക്കെ ആദ്യത്തെ 2 ദിവസം ബന്ധപ്പെട്ടിരുന്നു എന്ന് ഈ അബ്ദുർ റഊഫ് PA പറയുന്നുണ്ട്. 14 മുതൽ ഫോൺ സ്വിച്ച്ഡ് ഓഫ് ആയിരുന്നു, മൊബൈൽ ഫോൺ. പിന്നെ അപ്പോൾ ഇവർ പാർട്ടിക്കാരെല്ലാം കൂടി പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയോട് പരാതിപ്പെട്ട് കഴിഞ്ഞപ്പോൾ അവിടുത്തെ ഗവൺമെൻറ് ഇന്ത്യ ഗവൺമെൻറ്റിനെ വിളിച്ച് അലർട്ട് ചെയ്തു. കൽക്കട്ടയിലെ സർക്കാരിനെയൊക്കെ അലർട്ട് ചെയ്തിരുന്നു. ഈ അൻവറുൽ അസ്ലീമിൻ്റെ മകൾ മുംതാരിൻ ഫർദോഷ് പോലീസിൽ പരാതിപ്പെട്ടിരുന്നു. ഈ മുംതാരിൻ എന്ന് പറഞ്ഞ മകളെ കൽക്കത്തയിൽ കൊണ്ടുവന്നിട്ടുണ്ട് ഇപ്പോൾ എന്നാണ് അറിയുന്നത്. എന്നാണ് ചില സ്ഥലങ്ങളിലൊക്കെ കാണുന്നത്. അപ്പോൾ ഈ ചികിത്സയ്ക്ക് എന്ന് പറഞ്ഞൊക്കെയാണ് കൽക്കട്ടയിലേക്ക് വരാറുള്ളത്. എവിടെ എന്ത് ചികിത്സയാണെന്നുള്ളത് വളരെ വ്യക്തമല്ല. ഈ മരിച്ച നിലയിൽ കണ്ടത് കൽക്കത്തയിൽ ന്യൂ ടൗണിൽ ആരുമില്ലാത്തൊരു ഫ്ലാറ്റിലാണ്. അത് ആ ഫ്ലാറ്റ് സമുച്ചയത്തിൻ്റെ പേര് സഞ്ജീവ് ഗാർഡൻ എന്നാണ്. ഇന്ന് പുലർച്ചെയാണ് കണ്ടത്. ആ ഫ്ലാറ്റ് ഒരു എക്സൈസ് ഉദ്യോഗസ്ഥൻ്റെ പേരിലുള്ള ഫ്ലാറ്റാണ്. പക്ഷെ അവിടെ ആരും താമസിക്കുന്നൊന്നും ഉണ്ടായിരുന്നില്ല. ഇയാൾ ജുനൈദ എന്ന് പറഞ്ഞ മണ്ഡലത്തിൽ നിന്ന് അവിടെ തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള ആളാണ്. ഈ കഴിഞ്ഞ ജനുവരി 7-നാണ് 3-ാം വട്ടം MP ആയത് അവിടെ നിന്ന്, ആ മണ്ഡലത്തിൽ നിന്ന്. ഈ ശനിയാഴ്ച ഒരു ഉപതെരഞ്ഞെടുപ്പ് ചർച്ച പാർട്ടിക്കാരുമൊക്കെ നടത്തേണ്ടതായിരുന്നു. ആ യോഗത്തിന് പങ്കെടുത്തുമില്ല. അങ്ങനെ എന്നാൽ എന്താണ് വരാത്തതെന്നൊന്നും നേരത്തെ വിളിച്ചു പറഞ്ഞുമില്ല. ഇതിൻ്റെ അകത്ത് ഈ ഇദ്ദേഹം വന്നതായിട്ട് പറയുന്നത് ദർശന അതിർത്തി വഴി വന്നിട്ട് ബാരാനാഗറിൽ ഗോപാൽ ബിശ്വാസിൻ്റെ വീട്ടിൽ താമസിച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ ബംഗ്ലാദേശ് ഇൻ്റലിജൻസ് ഓഫീസർ മുഹമ്മദ് ഹാരൂൺ റഷീദ് പറയുന്നത് ഇങ്ങേർക്ക് 2 സിം കാർഡ് ഉണ്ടായിരുന്നു. ഒരു ഇന്ത്യൻ സിം കാർഡും ഒരു ബംഗ്ലാദേശ് സിം കാർഡും. ഒരു ഇന്ത്യൻ സിം കാർഡ് എങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ കയ്യിൽ വരിക എന്നുള്ളത് ദുരൂഹമാണ്. അപ്പോൾ ഇന്ത്യൻ സിം കാർഡ് ഉണ്ടായിരുന്നു എന്നുള്ളത് പറയുന്നത് ബംഗ്ലാദേശ് ഇൻ്റലിജൻസ് ഓഫീസർ തന്നെയാണ്, മുഹമ്മദ് ഹാരൂൺ റഷീദ്. പിന്നെ അവസാനത്തെ ടവർ ലൊക്കേഷൻ, ഇദ്ദേഹത്തിൻ്റെ മൊബൈൽ അവസാനം പ്രവർത്തിച്ചതായിട്ട് കാണുന്നത് ബീഹാറിലാണ്. അപ്പോൾ ഞാൻ ഡൽഹിയിലാണെന്നൊക്കെ സുഹൃത്ത് ഗോപാൽ ബിശ്വാസിനോട് പറയുകയും ലാസ്റ്റ് ടവർ ലൊക്കേഷൻ ബീഹാർ ആയിരിക്കുകയൊക്കെ ചെയ്യുന്നു. ഇയാൾ കാളിഗഞ്ചിലെ അവാമി ലീഗ്, അവിടുത്തെ ഭരിക്കുന്ന പാർട്ടിയാണ്, അവാമി ലീഗിൻ്റെ ഉപജില്ലാ യൂണിറ്റ് പ്രസിഡൻ്റാണ്, ഉപജില്ലാ പ്രസിഡൻറ്റ്. 2014 മുതൽ MP ആണ്. പക്ഷേ
പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ ദുരൂഹത വളരാനുള്ള കാര്യം, ഇത് ചർച്ച ചെയ്യാനുള്ളൊരു കാര്യം ഇവിടെ ഇപ്പം എന്താന്ന് വെച്ചാൽ 2008 ഇന്റർപോൾ ഇയാളെ അന്വേഷിക്കുന്നുണ്ടായിരുന്നു. അത് അന്വേഷിക്കുന്നത് ആയുധം, സ്ഫോടക വസ്തുക്കൾ ഇതൊക്കെ കടത്തുന്നു എന്ന സംശയത്തിലും കേസുകളിലുമാണ് ഇന്റർപോൾ. അപ്പോൾ ഇന്റർപോൾ അന്വേഷിക്കണം എന്നുണ്ടെങ്കിൽ ആ സമയത്ത് അങ്ങേര് ബംഗ്ലാദേശിൽ നിന്ന് പോയിട്ടുണ്ടാകണം. എവിടെയാണെന്ന് അറിയില്ല. ബംഗ്ലാദേശ് കേസ് ഉണ്ടാവുക, അവിടെ നിന്ന് അപ്രത്യക്ഷനാവുക, എന്നിട്ട് ഇന്റർപോളിനെ അലർട്ട് ചെയ്യുക, കേസ് ഉണ്ടാവുക. അതാണല്ലോ. അപ്പോൾ 2008 അങ്ങനെ ആയുധക്കടത്തിൻ്റെയും സ്ഫോടക വസ്തുക്കൾ കടത്തിയതിൻ്റെയൊക്കെ കേസ്, അതൊക്കെ അങ്ങേരെ എന്തിനു വേണ്ടിയിട്ടാണ് ഉപയോഗിച്ചിരുന്നത് എന്നൊക്കെയുള്ളതൊക്കെ ദുരൂഹമാണ്. മാത്രമല്ല ഈ ജുനൈദ എന്ന് പറഞ്ഞ ഈ സ്ഥലത്തും ചുദംഗ എന്ന സ്ഥലത്തും ഇയാളുടെ പേരിൽ വേറെയും കേസുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു ക്രിമിനൽ പശ്ചാത്തലമുള്ള ആളാണ് ഈ MP. അപ്പോൾ കൽക്കട്ടയിൽ ഈ തെരഞ്ഞെടുപ്പൊക്കെ നടക്കുന്ന ഈ സമയത്ത് എന്തിനു വന്നു? ക്രിമിനൽ പശ്ചാത്തലമുള്ള ഒരാൾ. ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞതിൽ തന്നെ ദർശന ബോർഡറിൽ കൂടിയാണ് വന്നതെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇത് മര്യാദക്കാണോ വന്നത് എന്നുള്ള കാര്യത്തിൽ തന്നെ സംശയമാണ്. വിമാനം ഇറങ്ങിയൊക്കെയാണോ വന്നത് എന്നൊന്നും അറിഞ്ഞുകൂടാ. അതിർത്തി വഴി ഒന്നാമത് ബംഗ്ലാദേശിൽ ഇങ്ങനെ വരുന്നുണ്ടല്ലോ അല്ലേ? വരുന്നുണ്ടല്ലോ. അപ്പോൾ ദർശന ബോർഡർ വഴി വന്നു എന്നാണ് ഞാൻ വായിച്ചത്, ഈ പല കാര്യങ്ങൾ പറയുന്നതിൻ്റെ കൂട്ടത്തിൽ. അപ്പോൾ അതുകൊണ്ട് ക്രിമിനൽ പശ്ചാത്തലമുള്ള ആളാണ് ഈ MP. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് അദ്ദേഹം അവിടെ വന്നു. എന്തിനു വന്നു എന്നറിയില്ല. 2 പേരെ അറസ്റ്റ് ചെയ്തതായിട്ട് പറയുന്നു. എങ്ങനെയാണ് ഈ ആൾതാമസമില്ലാത്ത ഫ്ലാറ്റിൽ എത്തിയത് എന്നറിയില്ല. ഈ 2 പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതാരാണ് എന്നുള്ള വിവരം പുറത്തു വന്നിട്ടില്ല. മൊത്തത്തിൽ ഈ ജീവിതം തന്നെ ദുരൂഹമായിരിക്കുന്ന ഒരു കഥാപാത്രമാണ് ഈ MP. അവിടെ ഭരിക്കുന്ന കക്ഷിയുടെ MP ആയതുകൊണ്ട് കേസുകളൊക്കെ അത്യാവശ്യം തേച്ചു മാച്ച് കളയാനൊക്കെ പറ്റിയിട്ടുണ്ടാവും. എങ്കിലും ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് അവിടെ ഇങ്ങനെ ക്രിമിനൽ പശ്ചാത്തലമുള്ളൊരു MP വന്ന് എന്ത് ചെയ്യുകയായിരുന്നു എന്നുള്ളത് ഇപ്പോൾ ഒരു സമസ്യയാണ്. അതിൻ്റെ ഉത്തരം നമ്മുടെ അന്വേഷകർ കണ്ടുപിടിക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. എന്തായാലും ഈ ബംഗ്ലാദേശിൽ ഒരു MP വന്ന് കൊൽക്കത്തയിൽ മരിച്ചതിലേക്ക് കാണപ്പെട്ടത് അത്ര ശുഭസൂചകമല്ല. ഒന്നുമല്ല, പ്രത്യേകിച്ച് കൊല്ലപ്പെട്ടതാണെന്ന് പറയുമ്പോൾ വളരെ സംശയാസ്പദമാണ്. കൊല്ലപ്പെട്ടതാണെന്ന് പറയുന്നതിന് ന്യായമുണ്ട്. കാരണം ഒരു ക്രിമിനൽ പാസ്റ്റ്, ഒരു ക്രിമിനൽ ഭൂതകാലം ഈ ഇയാൾക്കുണ്ട്. ഇപ്പോൾ സാധാരണഗതിയിൽ ഈ ബംഗാളിനെ സംബന്ധിച്ചിടത്തോളം ഈ പറയുന്ന ബംഗ്ലാദേശിൽ നിന്നുള്ള കുടിയേറ്റക്കാർ ഇങ്ങനെ കയറി വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ കയറി വരുമ്പോൾ എല്ലാ സഹായവും ഈ പറയുന്ന നേരത്തെ ഭരിച്ചിരുന്ന CPM പിന്നീടുള്ള ഈ തൃണമൂൽ കോൺഗ്രസ് അവർ ചെയ്തു കൊടുക്കുന്നുണ്ട്. കാരണം എന്താ, അവർക്ക് വോട്ടർമാരെ വേണമായിരുന്നു. അപ്പോൾ അത്തരത്തിലുള്ള അല്ലെ ആ കാലയളവിൽ തന്നെ ഈ MP ആയിരിക്കുന്ന ഇയാൾ ഇവിടെ വന്നിട്ടുണ്ടോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ബന്ധങ്ങളുണ്ടോ എന്ന് നമുക്ക് അറിയാൻ പറ്റില്ല. മാത്രമല്ല ഇയാൾ വന്ന് കൊൽക്കത്തയിലെ ഒരു സുഹൃത്തിൻ്റെ വീട്ടിൽ കൊൽക്കത്തയിൽ സ്ഥിരമായിട്ട് വരുന്ന ഒരാളാണ് അദ്ദേഹം. കാരണം ഒരു സുഹൃത്തും ഉണ്ട്. ആ സുഹൃത്ത് ഗോപാൽ ബിശ്വാസിന്റെ വീട്ടിലാണ് താമസിക്കുക എന്നും പറയുന്നുണ്ട്. കൊൽക്കത്തയിൽ വരുമ്പോഴൊക്കെ പറയുന്നത് ചികിത്സക്കാണെന്നാണ് പറയുന്നത്. പക്ഷെ ഏത് ആശുപത്രിയിലാണ് പോയത്, എന്തിന്റെ ചികിത്സക്കാണ്? സുഹൃത്ത് പോയിട്ടില്ല. ഈ സാധനങ്ങൾ മുഴുവൻ ഈ സുഹൃത്തിന്റെ വീട്ടിലിരിക്കുകയാണ്, ബാഗും കാര്യങ്ങളും ഒക്കെ. അപ്പോൾ ഈ ഒരു സംഗതി പോലും എടുക്കാതെ കയ്യും വീശിയാണ് ഈ സുഹൃത്തിന്റെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോയിരിക്കുന്നത്. അപ്പോൾ വേറെയും ചില ഇടപാടുകളുണ്ട്. ഇടപാടുകൾ അവിടെ ഇടക്കിടയ്ക്ക് വരുന്ന ആളാണ്. മാത്രമല്ല ഇയാൾ അവിടുന്ന് ഷിഫ്റ്റ് ചെയ്ത് പോകാൻ തീരുമാനിച്ചിട്ടില്ല, അല്ലെങ്കിൽ ഡ്രസ്സോ എന്തെങ്കിലും ഒന്ന് എടുത്തിട്ട് പോയനല്ലോ അല്ലേ? അത് ഞാൻ ഇന്ന് തന്നെ തിരിച്ചു വരും വൈകുന്നേരം എന്നും പറഞ്ഞിട്ടാണ് അവിടെ നിന്ന് പോയത്. അപ്പോൾ അദ്ദേഹത്തിന് ഈ ക്രിമിനൽ പശ്ചാത്തലം ഉള്ളത് കൊണ്ട് വേറെ പല തരം ചങ്ങാത്തങ്ങളൊക്കെ ഉണ്ടായിരിക്കുമല്ലോ. അതെ അതെ. അതുകൊണ്ട് ആ ചങ്ങാതിമാരെയൊക്കെ കണ്ടിട്ട് ആ ചങ്ങാതിമാരുടെ പിടിയിൽ ചിലപ്പോൾ പെട്ടിട്ടുണ്ടാവും. അങ്ങനെ പിടിയിൽപ്പെട്ടത് കൊണ്ട് അവർ പറഞ്ഞിട്ടുണ്ടാവും നിങ്ങൾ ആ സുഹൃത്തിന് ഇങ്ങനെ ഒരു വാട്സാപ്പ് മെസ്സേജ് അയക്കുക. കോളല്ല പോയിരിക്കുന്നത്, വാട്സാപ്പ് മെസ്സേജ് ആണ് അല്ലേ? ഇനി കോളല്ല. ഞാൻ ഡൽഹിയിലാണ്, എന്നെ അന്വേഷിക്കേണ്ടതില്ല എന്നാണ് വാട്സാപ്പ് മെസ്സേജ്. അല്ല, ഇപ്പൊ ഡൽഹിയിലാണെന്ന് പറയുന്നു, അവസാനം ലൊക്കേഷൻ വരുന്നത് ഈ ബീഹാറിലാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ വാട്സാപ്പ് സന്ദേശം അയക്കുന്നത് അയാളാവണമെന്നില്ലല്ലോ, മറ്റൊരാൾക്ക് ഈ ഫോൺ എടുത്ത് വെച്ച് അയക്കാൻ പറ്റില്ല. ഈ കൽക്കട്ടയിൽ നിന്ന് ബീഹാറിലേക്ക് അധികം എന്ന് പറഞ്ഞാല് അടുത്ത സംസ്ഥാനമാണ്. ട്രെയിനിലോ ഫ്ലൈറ്റിലോ ഒക്കെ പോവാം. പക്ഷെ അങ്ങനെ
പോയതായിട്ടൊന്നും ഫ്ലൈറ്റിലൊന്നും ബീഹാറിലേക്കൊന്നും പോയതായിട്ടൊന്നും അറിയില്ല. ആ അപ്പോൾ ഏതൊരു സംഘം ചിലപ്പോൾ ആ പിടികൂടിയിട്ട് ഇല്ലാതാക്കിയതാ. അങ്ങോട്ട് കൊണ്ടുപോയിട്ടുണ്ടാകാം. ഏതായാലും 8 ദിവസമായി. അതെ. പക്ഷെ ഈ ജഡം കാണപ്പെടുന്നത് കൽക്കട്ടയിൽ തന്നെയാണ്. അപ്പോൾ ഇയാൾ പോയി. അതല്ലെങ്കിൽ ഇങ്ങേരുടെ മൊബൈൽ ഫോൺ കൊണ്ടുപോയ ആളുകൾ അത് ബീഹാറിൽ ആക്ടിവേറ്റ് ചെയ്തതായിരിക്കണം. ആ ആ ആ അതാണല്ലോ പിന്നെയുള്ള ഒരു സാധ്യത. അതെ. ഇനി മാത്രമല്ല ഇയാൾ മറ്റുള്ള സുഹൃത്തുക്കൾ ഇപ്പം സാർ പറഞ്ഞ പോലെ ചങ്ങായിമാരുമായിട്ട് പോകുന്നു, അവരുമായി വാക്തർക്കം ഉണ്ടാകാമല്ലോ, അല്ലെ അവരുമായിട്ടുള്ള എന്തെങ്കിലും ഒരു ഡീല് തെറ്റിയാൽ ചിലപ്പോൾ അവർ ആക്രമിച്ചതാണോ? അങ്ങനെ എന്തൊക്കെയോ ഡീലുകളുണ്ട് ഇതിന്റെ പിന്നിൽ. പക്ഷെ ഒരു എന്തോ ഒരു അജണ്ട ഉണ്ട്, എന്തൊക്കെയോ ഡീലുണ്ട്, ഇടക്കിടയ്ക്ക് വരുന്ന ആളാണ്. അവിടുത്തെ ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ അയാൾ മറ്റൊരു രാജ്യത്തേക്ക് വന്ന് ഇത്തരത്തിലുള്ള ഈ ക്രിമിനൽ കേസുകളിലൊക്കെ ഇൻവോൾവ് ആയ ഒരാളാണെന്ന് പറയുമ്പോഴേ നമുക്കങ്ങോട്ട് യോജിക്കാൻ പറ്റുന്നില്ല. പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് കാലം കൂടെ അല്ലേ ബംഗാളിൽ നടക്കുന്നത്. അതെ. കൽക്കട്ടയിലെ രാഷ്ട്രീയ കാലാവസ്ഥ ഇപ്പോൾ ഇതിനൊക്കെ അനുകൂലമായിട്ടുള്ളൊരു കാലാവസ്ഥയാണ്. കാരണം ഹിന്ദു വോട്ടുകൾ ചോരുന്നു എന്നുള്ളത് കൊണ്ട് മുസ്ലിം മതപ്രീണനം കാര്യമായി നടക്കുന്നൊരു സ്ഥലം. അപ്പോൾ അവിടുത്തെ കാലാവസ്ഥയിൽ തൃണമൂൽ മമതയ്ക്കൊന്നും അതിൻ്റെ മുകളിലൊരു പിടിയില്ല എന്ന് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. തൃണമൂലിൻ്റെ NRI സെൽ ആണ് ഈ മൊത്തം കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. അപ്പോൾ ഈ ദുരൂഹത അഴിയട്ടെ എന്ന് നമുക്ക് നോക്കാം. അന്വേഷണം എവിടെ എത്തുന്നു നോക്കാം. എന്തായാലും തെരഞ്ഞെടുപ്പ് കഴിയുമ്പോഴത്തേക്ക് ഇത് വിവരം കൃത്യമായിട്ട് അറിയുമെന്ന് തോന്നുന്നു.